ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എനിക്ക് സുഖം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ റിനുവിന് നല്ല പനിയാണ് കേട്ടോ. ഇന്നലെ കിടന്നുറങ്ങുമ്പോഴൊന്നും റിനുവിന് പനിയില്ല. പിന്നെ നേരം വെളുത്ത് നീച്ചപ്പോൾ അവൾക്ക് പനിയുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് വീഡിയോ എടുക്കുമ്പോൾ സ്വതവേ അവൾ വീഡിയോയിൽ വരില്ലല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ അളിയൻ്റെ വണ്ടിയൊക്കെ വിളിച്ചിട്ട് അവൾക്ക് തല കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അത് കാരണം കൊണ്ടാണ് സ്കൂട്ടിയിൽ പോകാതിരുന്നത്. അപ്പോൾ അളിയൻ്റെ വണ്ടി വിളിച്ചിട്ട് ഞങ്ങൾ അതിലാണ് പോണത്. അങ്ങനെ അവിടെ അടുത്ത് തന്നെ മുള്ളൂർക്കര, നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് പോയത് നമുക്ക് ഒരു 100 രൂപയുടെ ഓട്ടോ കൂലി അതിനുള്ള വഴിയുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ പോയി നിങ്ങൾ എവിടെയാണ് സ്ഥിരം കാണിക്കുക, പെട്ടെന്നൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ കേസുകൾക്ക് അവിടേക്കാണ് കേട്ടോ പോവുക. അപ്പോൾ ചെറിയൊരു ക്ലിനിക്കാണത്, മിത്ര എന്നാണ് ഹോസ്പിറ്റലിൻ്റെ പേര് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഡോക്ടർ വലിയ തിരക്കൊന്നും ഉണ്ടാവാറില്ല, 1-2 ആൾക്ക് തന്നെ ഉണ്ടാവാറുള്ളൂ. വലിയ കാര്യമായിട്ടുള്ള തിരക്കൊന്നും അവിടെ ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ അവർ ലിസ്റ്റ് എഴുതി തരാൻ വേണ്ടി നീച്ചു വന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് അതുവരെ ആരും കണ്ടിട്ടുണ്ടാകുന്നില്ല. ആ ലിസ്റ്റ് എഴുതുന്ന നേരത്ത് ആ തൊട്ടടുത്ത് നിന്നിരുന്ന സിസ്റ്റർ കണ്ടു കേട്ടോ. അപ്പം മുടിയൊക്കെ നേരാക്കുകയാണ്. വീഡിയോ എടുക്കുന്നുണ്ടോ ചോദിച്ചെന്നോട് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ അപ്പോൾ അയ്യോ വീഡിയോ എടുക്കണ്ട പറഞ്ഞിട്ട് അവനൊന്ന് ശരിയായി നിന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ലിസ്റ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു. വീണ്ടും അവിടെ മെഡിക്കൽ ഷോപ്പിൽ തന്നെ കാണിച്ച്, അത് ഈ ഹോസ്പിറ്റലിൻ്റെ തന്നെയാണ് കേട്ടോ ഈ മെഡിക്കൽ ഷോപ്പും. അവിടെ കാണിച്ച് ഡോക്ടർ എഴുതി തന്ന മരുന്നൊക്കെ മേടിച്ച് 5 ദിവസത്തിന് കറക്റ്റായിട്ട് മരുന്ന് കഴിക്കണം, പിന്നെ ആവി കൊള്ളാനുള്ള മരുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അയാൾ. അപ്പോൾ അങ്ങനെയാണ് അതൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. പിന്നെ ATM പോണായിരുന്നു. അപ്പോൾ ATM ഒന്ന് കയറി പൈസ എടുത്തു. പിന്നെ അവിടുന്ന് പിന്നെ നേരെ പോയത് റിനുവിന് അന്ന് ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, ടോപ്പിൻ്റെ തുണി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ആ തുണി അവിടെ തന്നെയാണ് അടിക്കാൻ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും ഹോസ്പിറ്റലിലേക്ക് വരില്ല, അപ്പം എന്നാൽ അതൊക്കെ കൂടി അതും കൊടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് കയറി പോവാണ് കേട്ടോ. അതും അവിടെ അടുത്ത് തന്നെയാണ്, മുകളിലത്തെ നിലയിൽ കയറി പോകണം. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ചേച്ചി ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവിടെ അതിൽ 2 ചേച്ചിമാരുണ്ട്. ഒരു ചേച്ചി അയൺ ചെയ്യണതും ഒരു ചേച്ചി തയ്ക്കണതുമാണ്. അപ്പോൾ അയൺ ചെയ്യണ ചേച്ചി പോയിട്ട്, അതാണ് അയൺ ചെയ്യണ ചേച്ചി കേട്ടോ. ആ ചേച്ചി പോയിട്ട് മറ്റേ ചേച്ചിനെ വിളിച്ചിട്ട് വന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഒരു വെള്ള ടോപ്പ് ഇതിൻ്റെ മുന്നേ ഉണ്ടായിരുന്നതും അവിടുന്ന് തയ്ച്ചതായിരുന്നു കേട്ടോ. ഒരു ഡ്രസ്സും കൂടി അവിടെ നിന്ന് അടിച്ചിട്ടുണ്ടാകുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അടിക്കാനാണ്, പരാഗുന്നതാണ് കേട്ടോ ആ തുണി എടുത്തിട്ടുണ്ടാകുന്നത്. അങ്ങനെ പിന്നെ അതൊക്കെ കാണിച്ചു കൊടുത്ത്, ചേച്ചി നല്ല ഭംഗിയുള്ള തുണിയാന്നൊക്കെ പറഞ്ഞു കേട്ടോ. ചേച്ചി സുഖമായിട്ട് അടിക്കാട്ടാന്നൊക്കെ പറഞ്ഞു. പിന്നെ അന്ന് വന്നതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ചേച്ചി. അപ്പോൾ അതേന്നൊക്കെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു എല്ലാവരും എന്ന് പറഞ്ഞപ്പോൾ ഒരു ടൈലർ തന്നെ മറ്റൊരു ടൈലറിനെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ അഭിപ്രായം പറഞ്ഞപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നല്ല സുഖമാണ്, നല്ല കാര്യമാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു നമ്മളോട് തന്നെ പേരും ഫോൺ നമ്പറും എഴുതി വെക്കാൻ പറഞ്ഞു. പിന്നെ ഏത് ദിവസമാണ് വേണ്ടതെന്നുള്ളതും കൂടി അവിടെ എഴുതി വെക്കാൻ പറഞ്ഞു കേട്ടോ. പക്ഷെ അവരങ്ങനെ 2-3 ദിവസം മുന്നേ 2-3 ദിവസം ഒഴിവ് പറഞ്ഞാൽ അവർ ഫസ്റ്റ് ഡേ തന്നെ അടിച്ചു തരും കേട്ടോ. നമുക്ക് പിറ്റത്തെ ദിവസം അവർ വിളിക്കും ഞങ്ങൾ തയ്ച്ചു എന്ന് പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ അവിടെ അടിക്കൂലിയും വളരെ കുറവാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. തിരിച്ചു പോകുന്ന വഴിയിൽ ഫ്രൂട്ട്സ് കടയിൽ കയറിയിട്ടോ. അവിടെ ഫ്രൂട്ട്സും ബേക്കറി ഉണ്ട് കേട്ടോ. അപ്പോൾ റീനു പറയണത് നല്ല പഴുത്ത മാങ്ങ വേണ്ടാന്നാണ് കേട്ടോ റീനു പറയണത്. കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി എന്നെ കണ്ടപ്പോൾ ആ ഇക്കാവ് പറഞ്ഞതിനോട് വ്ളോഗൊക്കെ എടുക്കുമ്പോൾ ഞങ്ങളതിനൊക്കെ എടുക്ക്, എന്നിട്ട് ഫ്രൂട്ട്സ് കടയൊക്കെ വൈറലാവട്ടെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതാണ് പിന്നെ അവിടുന്ന് ധൈര്യമായിട്ട് ഞാൻ വീഡിയോ എടുത്തു. എനിക്ക് മറ്റുള്ളവർക്ക് പോകുമ്പോൾ ഒരു പേടി, ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ചോദിച്ചപ്പോൾ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, അവർ ചിരിച്ചിട്ട് അങ്ങോട്ട് തള്ളിയപ്പോൾ ഞാൻ പിന്നെ ധൈര്യമായിട്ട് പിന്നെയും വീഡിയോ എടുത്തു. അതേപോലെ തന്നെ ഈ എന്നോട് എടുത്തോളം പറഞ്ഞ കേട്ടോ, വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞാണ്. അങ്ങനെ ഞാൻ അവിടുന്ന് വീഡിയോ ഒക്കെ എടുത്ത് മാങ്ങ മേടിച്ചു, പിന്നെ നാടൻ പേരൊക്കെ മേടിച്ചു കേട്ടോ. ഞാൻ ജ്യൂസ് അടിക്കാച്ചിട്ട് മേടിച്ചത്, പക്ഷേ റിനുവിന് പനിയായതുകൊണ്ട് നല്ല കഫക്കെട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ജ്യൂസ് അടിക്കാൻ നിന്നില്ല കേട്ടോ.
അപ്പോൾ അക്കാനോട് ചോദിച്ചിട്ടോ വീഡിയോ എടുക്കുന്നുണ്ടോയെന്ന്. അപ്പോൾ പറഞ്ഞു ആ ഉണ്ട് എന്ന്. അപ്പോൾ പറയണേ ആ എന്ന് ഞാൻ ശരിക്കും നിൽക്കട്ടെ, ഇന്നെ നന്നായി കാണണേ, നാളെ വീഡിയോയിൽ ഇന്നെ നന്നായി കാണണേ, എന്നാ വരിക ഈ വീഡിയോ എന്നൊക്കെ ചോദിച്ചിട്ടോ. അപ്പോൾ ചിലവർക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടാവും കേട്ടോ, ചിലവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ചിലർക്ക് വീഡിയോ എടുക്കുക എന്ന് പറയുമ്പോഴത്തേനും അവരൊക്കെ അവിടെ തിരിഞ്ഞോളൂ കേട്ടോ. അപ്പോൾ നമുക്കൊരു വിഷമമാണ്. നമ്മളായാലും ഇപ്പം അങ്ങനെയൊക്കെ തന്നെയാണ്, എന്നാലും അപ്പോൾ ഒരു വിഷമല്ലേ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം അസ്സലാമു അലൈക്കും.